കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയെ തിരിഞ്ഞ് തൻ്റെ വീട്ടിലെത്തിയ ധനശേഖരനെയും ലളിതയെയും ഭാസ്കരൻ പരിഹസിക്കുകയാ. എൻ്റെ വീട് ഈ നാട്ടിലെ ഏറ്റവും മോശമായ ഇടമാണെന്നല്ലേ നീയും നിന്റെ അളിയനും കൂടി പറഞ്ഞു നടക്കുന്നത്? ആ വീട്ടിലേക്കാ നിന്റെ മുക്ക് വന്നു കയറാൻ തോന്നിയത്? ഇടാ, നിന്റെ മോള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ? നാളെ നിങ്ങൾ നടത്താൻ പോകുന്ന കല്യാണം ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുക. ഈ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ പൂതന, അവളെ എന്റെ കുടുംബത്തിൽ ഒരു നല്ല കാര്യവും നടക്കരുതെന്ന് എന്നും തേങ്ങയൊടിച്ച് പ്രാർത്ഥിക്കുന്നവളാ ഇവള്. അത് മാത്രമോ, എന്റെ മക്കൾക്ക് ഒരു നല്ല കാര്യവും ഉണ്ടാവരുതെന്ന് എന്നും പ്രാകുന്നവളാ ഇവള്. അതൊക്കെ കേട്ടിട്ടെ കുറെ വേദനിച്ചിട്ടുണ്ട് ഭാസ്കരൻ. നാളെ ആ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാവാൻ പോവാ. ഇത്രയും നാളും ഞങ്ങൾ അനുഭവിച്ച വേദന ഇനി നിങ്ങൾ അനുഭവിക്കേ. എന്താടാ, വേദനിക്കുന്നുണ്ടോ നിനക്ക് എന്ന് ഭാസ്കരൻ ധനശേഖരനോടായി ചോദിക്കുമ്പോഴേക്കും ലളിതയും ദേഷ്യത്തോടെ, ധനയേട്ടാ ഇത് ശരിയാവില്ല, അവളുടെ കരണത്ത് 4 പൊട്ടിച്ച് വീട്ടിലേക്ക് കൂട്ടെന്ന് ഒച്ചവെക്കുകയാ. കുട്ടികൾക്ക് ഭാസ്കരനും എന്നാൽ അതൊന്ന് കാണണമല്ലോ, ചെയ്യടാ, നീ ആണാണെങ്കിൽ എന്റെ പിള്ളേരെ ഒന്ന് തൊട്ടു നോക്കടാ എന്ന് വെല്ലുവിളിക്കുമ്പോഴേക്കും ധനശേഖരനും സുഭാഷിനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അദ്ദേഹത്തെ തടഞ്ഞ്, നിങ്ങൾ എന്റെ ചേട്ടനെ തൊട്ടു പോവരുത്, എന്റെ ഏട്ടന്റെ അടുത്തുനിന്ന് നിങ്ങൾ സുനന്ദയും കൊണ്ട് പോവോ, എന്നാ അതൊന്നും കാണണമല്ലോ എന്ന് ദേഷ്യത്തോടെ പറയേ. ഹരീഷും ദേ പ്രായം കൊണ്ട് മൂത്തതാ, അടി വാങ്ങിയ നാണക്കേട് നിങ്ങൾക്കാ എന്ന് ഓർമ്മിപ്പിക്കെ, ദയവ് ചെയ്തൊന്ന് നിർത്താമോ എന്ന് നിധിയും ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട്. സുനന്ദയ്ക്ക് നിങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സമാധാനമായി സംസാരിച്ച് തീരുമാനമെടുക്കണമെന്ന് നിധി പറയുന്നുണ്ട്. എന്ത് തീരുമാനം? ഇവളെ ഈ വൃത്തികെട്ടവനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നോ? അതിലും നല്ലത് ഇവളെ കൊന്നങ്ങ് കുഴിച്ചു മൂടുന്നതാന്ന് ധനശേഖരനും. അച്ഛാ, നിങ്ങൾ എന്നെ കൊന്നോ? ഇതിലും ഭേദം അതാ. എന്തു വന്നാലും എനിക്ക് ആ കല്യാണം വേണ്ട, എനിക്ക് സുഭാഷേട്ടന്റെ കൂടെ ജീവിച്ചാ മതി, ഞാൻ എങ്ങോട്ടും വരില്ല എന്നവൾ പറയാ. മര്യാദയ്ക്ക് പറഞ്ഞ നീ വരില്ല അല്ലേടി? എനിക്കറിയാം നിന്നെ കൊണ്ടുപോവാനെന്ന് പറഞ്ഞ് സുനന്ദയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാ ലളിത. അമ്മ വീടമ്മയെന്ന് പറഞ്ഞ് സുനന്ദ തടയുമ്പോഴേക്കും ലളിത അവളുടെ കവളത്ത് മാറി മാറി അടിക്കുകയാ. അത് കാണേ സുഭാഷും അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവളെ അടിക്കരുത് എന്നൊച്ചവയ്ക്ക്, നീ ആരടാ എന്റെ മോളെ അടിക്കരുതെന്ന് പറയാൻ? ഞാൻ ഇവളുടെ അമ്മയാ, ഞാൻ ഇവളെ ചിലപ്പം തല്ലും കൊല്ലും, നീ ആരടാ ചോദിക്കാൻ? തട്ടിക്കൊണ്ട് വന്ന് ഇവളെ കല്യാണം കഴിക്കാൻ നോക്കുന്ന യോഗ്യൻ. എല്ലാരും കൂടി ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയോ? മര്യാദയ്ക്ക് ഇവളെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക്, ആടി ഇവിടെ എന്ന് പറഞ്ഞ് ലളിത വീണ്ടും സുനന്ദയെ പിടിച്ച് വലിക്കുമ്പോഴേക്കും, നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? സുനന്ദയ്ക്ക് നിങ്ങൾ കണ്ടുവെച്ച പയ്യനെ ഇഷ്ടമല്ലെന്ന്. പിന്നെ ഒരു കാര്യം, ഇവളിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല, ലീഗലി ഇവളിപ്പോ മേജറാണ്. അമ്മയാണെന്ന് കരുതി തല്ലാനും കൊല്ലാനും ഒന്നും നിങ്ങൾക്കിപ്പോ അവകാശമില്ല. ആരെ കല്യാണം കഴിക്കണമെന്നുള്ളത് ഇവളുടെ തീരുമാനാ. എന്തു വന്നാലും ഞങ്ങൾ സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടത്തും എന്ന് സുധീഷും ഉറപ്പിച്ചു പറയുകയാ. അത് കേൾക്കെ ലളിതയും ധനശേഖരന്റെ അടുത്തേക്ക് ചെന്ന്, ദേ നിങ്ങൾ നോക്കി നിൽക്കാതെ വേഗം പോലീസിനെ വിളിക്ക്, എന്നിട്ട് പറ നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ നോക്കുന്നെന്ന്. അത് കേൾക്കെ ഹരീഷും, വേഗം വിളി, പോലീസുകാർ വന്ന കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇതിനു മുന്നേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് മറന്നുപോയോ എന്ന് ചോദിക്കെ ധനശേഖരനും ലളിതയും മറുപടിയൊന്നും ഇല്ലാതെ നിൽക്കുകയാ. ധനശേഖരൻ സുനന്ദയുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, മോളെ, ഈ അച്ഛൻ നിനക്ക് വേണ്ടിയല്ലേ ഇത്ര കാലം ജീവിച്ചത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അച്ഛൻ എന്തും ചെയ്തിട്ടുള്ളൂ? ഇതും അങ്ങനെയേ മോളെ. നീ ഇപ്പോ എടുത്ത തീരുമാനം ഭാവിയിൽ നിന്നെ ദുഃഖിപ്പിക്കുകയേ ഉള്ളൂ. ഏതാണ് നല്ലതെന്നും ഏതാണ് ചീത്തയെന്നും ഞങ്ങൾക്ക് അറിയില്ലേ മോളെ? നീ ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ വാ മോളെ എന്ന് അപേക്ഷിക്കെ സുനന്ദയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് കൂടെ വരാൻ കഴിയില്ല, എന്നെ വെറുക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൾക്ക് ലളിതയും, മോളെ ഇവരെയൊന്നും വിശ്വസിക്കില്ലേ, ഇവരെന്തൊക്കെയോ പറഞ്ഞ് നിന്റെ മനസ്സിനെ വരുതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തിലേത് നല്ലതല്ല മോളെ, നിന്റെ ജീവിതം നീ ആയിട്ട് നശിപ്പിക്കല്ലേ എന്നവരും കരച്ചിലോടെ പറയുന്നുണ്ട്. അച്ഛൻ കണ്ടെത്തിയ ചെറുക്കൻ മിടുക്കന മോളെ, ആ കുടുംബവും നല്ല കുടുംബമാ. ഇന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷേ നാളെ എവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോ അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലാവും. വാ മോളെ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അച്ഛൻ സുനന്ദയുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും, ഞാൻ വരില്ല അച്ഛ എന്ന് സുനന്ദയും. അപ്പോഴേക്കും അമ്മയും സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന്, മോളെ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയോ? അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സൂപ്പർവൈസർ അല്ലേ അശ്വിൻ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ ജോലി തന്നെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വരും. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേട്ടൂടെ മോളെ, ഞങ്ങളുടെ കൂടെ വാ മോളെ എന്ന് പറഞ്ഞമ്മ കൈകൂപ്പി കരയുമ്പോഴേക്കും, അങ്ങേരോട് ഞാൻ സംസാരിച്ചോളാം, തെറ്റെന്റെയാ, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് സുനന്ദയും. ധനശേഖരനും ലളിതയെ പിടിച്ചു മാറ്റിക്കൊണ്ട് സുനന്ദയുടെ കവിളത്ത് ആഞ്ഞടിക്കുകയാണ്. സുഭാഷ് അവളെ പിടിച്ചു മാറ്റുമ്പോഴേക്കും, കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ പറഞ്ഞ അവര് കേൾക്കുമെന്നാണോ നിന്റെ വിചാരം? മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? അല്ല, അടി തന്നെ അടി, അതിനുള്ള മരുന്ന് എന്ന് പറഞ്ഞ് സുനന്ദയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ധനശേഖരൻ. സുദേശം അയാളെ പിടിച്ചു മാറ്റിക്കൊണ്ട്, അധികം കിടന്ന് ഷോ കാണിക്കല്ലേ, നിങ്ങളോട് പറഞ്ഞില്ല അവള് വരുന്നില്ലെന്ന്, കൈവിടാൻ എന്ന് പറയുമ്പോഴേക്കും സുനന്ദയും അച്ഛന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും സുഭാഷേട്ടനോട് ചേർന്ന് നിൽക്കുക. ധനശേഖരനും സുധീഷിനോടായി ദേഷ്യത്തോടെ, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? മര്യാദയ്ക്ക് അടങ്ങി നിന്നോണം. എന്റെ മോളെ കടത്തിക്കൊണ്ട് പോയതിനെ എല്ലാത്തിനെയും ഞാൻ സ്റ്റേഷനിൽ കയറ്റും എന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങളെ എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ, പോലീസ് വരട്ടെ, അവരുടെ മുന്നിലും ഇതേ വാചകം
തന്നെ സുനന്ദ പറയും. അതോടെ തീർന്നു. ആരാണ് സ്റ്റേഷനിൽ കയറുന്നെന്ന് അപ്പൊ നമുക്ക് കാണാം. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചതിനെ നിങ്ങൾക്കെതിരെയാവും കേസ് വരാൻ പോകുന്നത് എന്നവൻ പറയുമ്പോഴേക്കും നിധിയും സുധീഷ് പറഞ്ഞേ തന്നെ ശരി, പോലീസ് വന്നാൽ നിങ്ങൾക്ക് തന്നെയാവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്മായിയും ഓഹോ തമ്പുരാട്ടിക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം കഴിച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നീ ഞങ്ങളെ ഉപദേശിക്കണ്ട, ഇതൊക്കെ നിന്റെ കൂടി ബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാടി എന്നൊച്ച വെക്കുമ്പോഴേക്കും ദേ നിധിയെ അനാവശ്യം പറയാൻ നിക്കല്ലേ, നിങ്ങളുടെ മകൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുനന്ദയും കൈകൂപ്പി ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കമേ, ഞാൻ വരില്ല പ്ലീസ്. ഇനിയിപ്പോ നിങ്ങളെ പോലീസിനെ വിളിച്ചാ എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. എന്റെ ഇഷ്ടത്തോടെയല്ല നിങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചതെന്നും എനിക്ക് സുഭാഷ് ഏട്ടനെയാണ് ഇഷ്ടമെന്നും ഞാൻ പറയും എന്നവൾ പറയുന്നതുകൾക്ക് സങ്കടത്തോടെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് ധനശേഖരൻ. ഹൃദയം അവളെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ മോളെ പറയുന്നത് കേൾക്ക്, നക്കാപ്പിച്ച കാശുമായിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജീവിതം എനിക്ക് വേണ്ട മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞമ്മ പൊട്ടിക്കരയുമ്പോഴേക്കും ഇങ്ങനെ കരഞ്ഞ അമ്മ ഓരോ കാലത്തും എന്നെ ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുള്ളത് ഇനി എനിക്ക് വയ്യെന്ന് സുനന്ദയും ഒച്ചവെക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഇനിയെങ്കിലും നിങ്ങൾ സുനന്ദ പറയുന്നത് മനസ്സിലാക്ക്, അവളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കില് സുഭാഷ് ഏട്ടനുമായിട്ടുള്ള കല്യാണം സമ്മതിക്കേ എന്ന് പറയുമ്പോഴേക്കും അമ്മായിയും സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് മോനെ സുഭാഷേ, നീ എങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കല്യാണ തലേന്ന് നിന്റെ പെങ്ങൾ വേറൊരാളുടെ കൂടെ ഒടിച്ചോടി പോയാലുള്ള അവസ്ഥ അത് നിനക്ക് മനസ്സിലാവില്ലേ, നീ പറ, അത് മനസ്സിലാക്കും മോനെ എന്ന് പറഞ്ഞ് ലളിത പൊട്ടിക്കരയുക. കുട്ടികൾക്ക് അച്ഛനും ഡാ ഈ പച്ചോന്ത് പറയുന്നത് കേട്ട് നീ നിന്റെ മനസ്സ് മാറ്റല്ലേ, അവളുടെ ഒരു നാടകം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധനശേഖരനും സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് മോനെ ഒരു 5 മിനിറ്റ് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനാ, നമുക്ക് മുറിയിലേക്കൊന്ന് മാറി നിന്നാലോ, വാ മോനെ പ്ലീസ് ഒന്ന് വരുമോ എന്ന് ധനശേഖരൻ യാചിക്കേ. ദേ ചേട്ടൻ പോവാൻ നിൽക്കരുതേ, അയ്യടാ ഇതൊക്കെ ഇയാളുടെ അടവാ എന്ന് സുധീഷും. ഹരീഷും ഏട്ടന് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, എല്ലാരും കേൾക്കെയുള്ള സംസാരം മതി, സുഭാഷ് ഏട്ടാ പോവേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഹരീഷെ അവര് സംസാരിക്കട്ടെ എന്ന് പറയേ വാ മോനെ പ്ലീസ് എന്ന് ധനശേഖരൻ വീണ്ടും അഭ്യർത്ഥിക്കെ സുഭാഷ് ഒരു നിമിഷം ആലോചനയുടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയ അവൻ അവന്റെ കയ്യിൽ പിടിച്ച ആ താലി റൂമിലെ ചുമരിൽ വെച്ച ഒരു ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് വെക്കുകയാ. അപ്പോഴേക്കും ധനശേഖരനും അങ്ങോട്ടെത്തി റൂമിന്റെ ഡോറടച്ച് സുഭാഷിനെ ഒന്ന് ടെൻഷനോടെ നോക്കിക്കൊണ്ട് മോനെ സുഭാഷ് എന്ന് വിളിച്ച് അവന്റെ കാലിലേക്ക് വീഴുകയാ. അമ്മാവ എന്താ അമ്മാവ ഈ കാണിക്കുന്നേ, എഴുന്നേൽക്ക് അമ്മാവ എഴുന്നേറ്റ്, എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ച് സുഭാഷ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഇത്രയും പ്രായമുണ്ടായിട്ടും എന്റെ കാല് പിടിക്കുന്നു, എന്താ അമ്മാവ ഇതൊക്കെ എന്നവൻ ചോദിക്കേ. ധനശേഖരനും കരച്ചിലോടെ മോനെ സുനന്ദ ജനിച്ചതിനു ശേഷം ഞാൻ ഈ നാട്ടിൽ അധികം ജീവിച്ചിട്ടില്ല സുഭാഷേ, 3-4 വർഷം കൂടുമ്പോ 10-20 ദിവസം വന്നിട്ട് പോവും, ബാക്കിയുള്ള കാലം മുഴുവൻ ഞാൻ അവിടെ ഹോമിച്ചത് എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു, അവൾ നന്നായിരിക്കണം, അവൾക്കൊരു ജീവിതം ഉണ്ടായിരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെല്ലാം ഈ കല്യാണത്തിന് വന്നിട്ടുണ്ട്, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ അവരോടൊക്കെ എന്താ സുഭാഷേ പറയേണ്ടത്, മാത്രമല്ല കല്യാണ ചെറുക്കൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സൂപ്പർവൈസറാ, ഇത് നടന്നില്ലെങ്കിൽ നാണക്കേട് മാത്രമല്ല ജീവിതം കൂടി ഇല്ലാതാവും, വീണ്ടും എനിക്ക് അങ്ങോട്ട് പോവാനാവില്ല സുഭാഷേ, അങ്ങനെയൊരു നടുക്കടലില്ല ഞാൻ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം സുഭാഷേ എന്ന് കൈകൂപ്പി കരയുന്നുണ്ട് ധനശേഖരൻ. അപ്പോഴേക്കും അമ്മായിയും അങ്ങോട്ടെത്തി റൂമിന്റെ ഡോറടച്ച് സുഭാഷിന്റെ അരികിലേക്ക് നടന്നു ചെന്ന് കരച്ചിലോടെയും സങ്കടത്തോടെയും സുഭാഷേ മോനെ നീ എന്റെ ചേട്ടന്റെ മോനാ, നിനക്ക് പ്രായവും കുറവാ, എന്നാലും സാരമില്ല, നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, നാളെ എന്റെ മോളുടെ വിവാഹം നടക്കണം എന്ന് പറഞ്ഞവർ സുഭാഷിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരയുകയാ. അമ്മായി അരുത്, എന്താ അമ്മായി കാണിക്കുന്നത്, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അവൻ അമ്മായിയെ എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അമ്മായിയും പൊട്ടിക്കരഞ്ഞ് കൈകൂപ്പി ദയവ് ചെയ്ത് സുനന്ദയെ ഞങ്ങൾക്കൊപ്പം പറഞ്ഞയക്കും മോനെ, മോനെ നിന്നെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഞാൻ കാണുന്നതല്ലേ, നമുക്കിടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചോരയല്ലേടാ, മോനെ നീ പറഞ്ഞ അവള് കേൾക്കും, മോൻ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കും, ഇപ്പോഴത്തെ വിഷമമൊക്കെ കുറെ കഴിയുമ്പോ മാറും, അവൾക്ക് നിന്നെ ഇത്രയ്ക്കും ജീവനാണെന്ന് ശരിക്കും പറഞ്ഞ ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്, മുൻപായിരുന്നെങ്കിൽ പോട്ടെന്ന് വെച്ച് എന്തെങ്കിലും ചെയ്യായിരുന്നു, പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്താടാ കാര്യം, നാളെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, നാളെ ആളുകൾ വരുമ്പോ ഞങ്ങൾ എന്ത് പറയും, അവള് ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കും മോനെ എന്ന് പറഞ്ഞ് കൈകൂപ്പി പൊട്ടിക്കരയുകയാ ലളിത. അവരുടെ പുറകിൽ നിന്ന് ധനശേഖരം കൈകൂപ്പി കരയുന്നുണ്ട്. സുഭാഷും സങ്കടത്തോടെ സുനന്ദ എന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ, എങ്ങനെ ഞാൻ അവളോട് തിരിച്ചു പോകാൻ പറയുമെന്ന് ചോദിക്കേ. അയ്യോ അങ്ങനെ പറയില്ലേ മോനെ എന്ന് പറഞ്ഞ് അമ്മായി പൊട്ടിക്കരയുകയാ. അവിടെ ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു എല്ലാവരും. അച്ഛനും ഇത്രയധികം എന്ത് സംസാരിക്കാനാ, ഓ അവന്റെ കുമ്മായി പറയും ഞാൻ തലയിൽ വെച്ച പെണ്ണരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് വളർത്തിയതാണ്, കുമ്മാവും പറയും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയതാ, നീ അവളെ കെട്ടിയ കുടുംബത്തോടെ ഞങ്ങൾ അങ്ങ് തൂങ്ങി മരിക്കുമെന്ന്, ഈ പൊട്ടൻ ചിലപ്പോ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും എന്ന് സുധീഷും അച്ഛനോടായി പറയുന്നുണ്ട്. അവിടെ അമ്മായിയും കരച്ചിലോടെ സുഭാഷിനോടായി എന്തായാലും അവള് വരുന്നില്ലെന്നാ പറയുന്നേ, നീ കൂടി അവളെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഈ കല്യാണം നടക്കില്ല മോനെ, അങ്ങനെ വന്ന വടക്കോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ മുന്നിൽ നീ ഞങ്ങളെ നോക്കിയാൽ മതിയെന്ന് അവർ പറയേ. അതേ സുഭാഷേ, ഞങ്ങളുടെ മുഖം
പിന്നെ നിങ്ങൾ കാണില്ല. ശവം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ അതിന് മുന്നിൽ ചിതറിത്തെറിച്ചോളാം എന്ന് അമ്മ അവനും പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും സങ്കടത്തോടെ അമ്മാവ അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് പറയേ, ഈ നാണക്കേടിന്റെ പേരിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും പറ. ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ഇനി നിന്റെ കയ്യിലാ. അവൾ ഒരു കുട്ടി ഒന്നും നോക്കാതെ എടുത്തു ചാടി ഇറങ്ങിപ്പോന്നു. നല്ല വാക്കുപദേശിച്ച് തിരിച്ചയക്കേണ്ടത് നീയാ മോനെ. സത്യമായിട്ടും പറയാ മോനെ, അവള് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഇതാ നിങ്ങൾ ഞങ്ങളെ കാണുന്ന അവസാന ദിവസം. കർമ്മം ചെയ്യാൻ ആൺമക്കളില്ലാത്തോണ്ട് അത് നീ ചെയ്യണം. ഒരു ചൂലും പായും കോരികയും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാ മതി. അവനെയും അമ്മായിയെയും അടിച്ചു കോരിയെടുക്കാനെന്ന് പറഞ്ഞ് അമ്മായി വീണ്ടും സുഭാഷിന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാ. സുഭാഷും സങ്കടത്തോടെ അമ്മായി എഴുന്നേൽക്കമ്മായി എന്ന് പറഞ്ഞ് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും ഒന്നുകിൽ നീ അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ തെക്കേ പറമ്പിൽ 2 ചിത കൂട്ടണം, അല്ലാതെ വേറെ വഴിയില്ല മോനെ എന്ന് പറഞ്ഞവർ പൊട്ടിക്കരയുമ്പോഴേക്കും അതെ, ഞങ്ങളുടെ ജീവിതവും മരണവും ഇനി നിന്റെ കയ്യിലാ മോനെ എന്നമ്മ അവനും കൈകൂപ്പുകയാ. അത് കേൾക്കെ അമ്മായിയും ദേഷ്യത്തോടെ ഞങ്ങളുടെ പുലകുളിയടിയന്തരം നടത്തിയിട്ട് വേണം നിനക്ക് ഹണിമൂൺ ആഘോഷിക്കാനെങ്കിൽ അങ്ങനെ ആയിക്കോ, ഞങ്ങൾ തടസ്സം പറയില്ലെന്നത് കേൾക്കെ സുഭാഷും ആകെ വല്ലാതാവുകയാണ്. അപ്പോഴേക്കും സുധീഷ് ഡോറിനടുത്ത് ചെന്ന് സുഭാഷ് ഏട്ടാ എന്ന് തട്ടി വിളിക്കുകയാണ്. അത് കാണേ മോനെ എന്ന് സങ്കടത്തോടെ അമ്മായി വിളിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ തുറന്നേ, സുഭാഷ് ഏട്ടാ നിങ്ങൾ എന്തെടുക്കുക എന്ന് സുധീഷ് വിളിക്കുന്നത് കേൾക്കെ സുഭാഷ് ഡോറിനടുത്തേക്ക് ചെന്ന് ഒരു നിമിഷം നിന്ന് ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച ആ താലിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. അവൻ പുറത്തേക്ക് എത്തുമ്പോഴേക്കും സുധീഷും സുഭാഷ് ഏട്ടാ എന്തേ തനിയെ വിളിച്ച് അവരെന്താ സംസാരിച്ചത് എന്ന് ചോദിക്കേ സുഭാഷ് ഒന്നും മിണ്ടാതെ സുനന്ദയെ തന്നെ നോക്കി നിൽപ്പാ. അപ്പോഴേക്കും ധനശേഖരനും ലളിതയും റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ എന്താ അവര് പറയുന്നേ? ദേ സുഭാഷ് ഏട്ടാ, ഇതിനകത്ത് അവർ എന്ത് നാടകം കളിച്ചാലും അതിൽ വീഴാൻ നിൽക്കല്ലേ. ചേട്ടൻ വാ വേഗം താലി കെട്ടാൻ നോക്കെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഒരു മരവിപ്പോടെ സുനന്ദയെ തന്നെ നോക്കി നിൽപ്പാ. അത് കാണേ അച്ഛനും എടാ താലിയും പിടിച്ച് അവളുടെ കണ്ണിലോട്ട് നോക്കി നിൽക്കാതെ വന്ന് കെട്ടടാ എന്ന് പറയേ അമ്മായിയും അമ്മാവനുമെല്ലാം പരിഭ്രമത്തോടെ സുഭാഷിനെ നോക്കി നിൽപ്പാ. സുഭാഷ് തന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ആ താലി ഉയർത്തുമ്പോഴേക്കും സുനന്ദയ്ക്കും ആശ്വാസമാവുകയാ. പിന്നീട് അവൻ അതുമായി നടന്ന് സുനന്ദയുടെ അടുത്തേക്ക് എത്തി അവളെ നോക്കി നിൽക്കുമ്പോഴേക്കും സമയം കളയാതെ താലി കെട്ടടാ എന്ന് അച്ഛനും. സുനന്ദയും പ്രതീക്ഷയോടെ സുഭാഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാ. ടെൻഷനോടെ അവളെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി സുനന്ദയെ തിരികെ അയക്കുന്നതും വീട്ടിലെത്തിയ സുനന്ദയെ അച്ഛനും അമ്മയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും സുഭാഷ് ഏട്ടനെ ഹരീഷും കൂട്ടരും കുറ്റപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.